ഓടിവാ. എല്ലാ നിരീശ്വരവാദികളും നമ്മുടെ ഈ ആരിഫ് ഹുസൈൻ മുതൽ പേരടക്കം, ജബ്ബാർ അടക്കം, കാസാക്കൂസന്മാരടക്കം എല്ലാവരും ഓടി വരണം. നമ്മുടെ പാകിസ്ഥാനിലെ ഒരു പുതിയ സംഗതി നടന്നു. അത് വേറൊന്നുമല്ല, ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ രക്തം കൊടുത്തുകൂടാന്ന്. തിരിച്ചും കൊടുക്കാൻ പാടില്ലത്രേ. ഒന്ന് പോസ്റ്റിട്ട് 6-ാം നൂറ്റാണ്ടിനെയും 7-ാം നൂറ്റാണ്ടിനെയും മുസ്ലിം തീവ്രവാദത്തെയും വർഗീയവാദത്തെയും ഒക്കെ ഒന്ന് വിമർശിക്കുന്നോ? ഒരാവേശം വരില്ല. കാരണം തലക്കെട്ട് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നിയെങ്കിലും ഇത് നടന്നത് അങ്ങ് പാകിസ്ഥാനിലൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ രാജസ്ഥാനിൽ ആശുപത്രിയിൽ രക്തം കൊടുക്കാനായി ആൾ ചെന്നപ്പോൾ ഹിന്ദുവിന് മുസ്ലിമിൻ്റെ രക്തം കൊടുക്കില്ല. അങ്ങനെ കൊടുത്താൽ സംഗതി മൊത്തം കുഴഞ്ഞു പോവും. നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു വരുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അറിവില്ലായ്മയുടെയും ചാണകബുദ്ധിയുടെയും ഒക്കെ ഒരു ഫലമാണിത്. ഇത് പാകിസ്ഥാനിലോ അങ്ങ് ഇറാഖിലോ ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ ഇപ്പോൾ ചാടി വീണ് ഒരു 100 പോസ്റ്റുകളുമായി എത്ര പേർ വിടർന്നു വിലസിയേനെ. പക്ഷേ ഇത് നമ്മുടെ മതേതര ജനാധിപത്യ പുരോഗമന രാജ്യത്താണ്. ലോകത്ത് 4-ാം സ്ഥാനത്തേക്കെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത്, അതായത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ വൻ ശക്തിയായി 4 ട്രില്യൺ എക്കോണമിയുടെ വൻ കുതിപ്പിയാട്ടം നടത്താൻ നിൽക്കുന്ന നമ്മുടെ രാജസ്ഥാനിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് രാജസ്ഥാനിലായതുകൊണ്ടാണ് ആരും അറിയാതിരുന്നത്. മധ്യപ്രദേശിൽ ഒരു യുവാവിന് രക്തം നൽകാൻ ചെന്നതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മുസ്ലിമായ വേറൊരു ആൾ. അപ്പോൾ ചെന്നപ്പോൾ ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. പേര് ചോദിച്ചപ്പോൾ അതൊരു മുസ്ലിം പേരായിരുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ പറ്റൂല, ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പറ്റൂല, മുസ്ലിമിൻ്റെ രക്തം കൊടുത്തുവിടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ മടക്കി അയച്ചു. നല്ല മാതൃകയാണ്. ഇത്തരം മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയി, ഇത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലുള്ള പുകിലേന്ന്. നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിയാണ്. ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാനാണ് ഒരുപാട് പേർ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്.